ഹായ്, ഞങ്ങൾ കാലത്ത് തന്നെ ഇന്ന് ഡോക്ടറെ അടുത്തേക്കാണ് കേട്ടോ പോണത്. മോൾക്ക് ചെറുതായിട്ട് പനി. അപ്പോൾ ഇനി കൂടുതലാവണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം ഡോക്ടറെ കാണിക്കാൻ പോവുക. ഞാനും ചേച്ചിയും കൂടിയിട്ട് സ്കൂട്ടിമേലാണ് പോണത്. ഏട്ടൻ ഞങ്ങളെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടനാണ് ആ ടാറ്റ കൊടുക്കുന്നത്. ഏട്ടന് അത് ഉറക്കത്തിലാണ് നിൽക്കുന്നത്. ഏട്ടനും ടാറ്റ കൊടുക്കാൻ പറഞ്ഞപ്പോൾ തിരിച്ച് ടാറ്റ കൊടുക്കുന്നുണ്ട്. പിന്നെ പോയി വന്നിട്ട് ഞങ്ങളിങ്ങനെ വേഗം ചായ കുടിക്കായിരുന്നു. ചായക്ക് കുഴക്കട്ടയാണ്. അതവിടെ ഒരാൾ അരമണിക്കൂറായിട്ടായിരിക്കണു. ഇതുവരെ ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ വരുമ്പോഴും ആ ഫുഡായിട്ട് അവിടെ അങ്ങനെ ഇരിക്കണം. പിന്നെ ഇത് ഇവിടേക്ക് ഈ ഭാഗത്തേക്ക് ഇതിന് കുഴക്കട്ട എന്നാണ് പറയുക. കുഴക്കട്ടയും പിന്നെ അച്ചാറും കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. എനിക്ക് കുഴക്കട്ട വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ എങ്ങനെയും കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാനത് അച്ചാറും കൂട്ടിയിട്ട് കഴിക്കണം. ചായ കുടിക്കാൻ കഴിഞ്ഞിട്ട് പിന്നെ നേരെ അമ്മേനെ കടയിലേക്ക് കൊണ്ടാക്കണം കേട്ടോ. അമ്മ കടയിലൊന്ന് കൊണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ കൊണ്ടാക്കി കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് നടക്കണമെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ നടക്കാനുള്ള ദൂരമുണ്ട്. അപ്പോൾ സ്കൂട്ടിമേന്ന് വെച്ചെങ്കിൽ വേഗം എത്തുമല്ലോ. അപ്പോൾ അങ്ങനെ കടയിലെത്തി. ഇതാണ് കേട്ടോ കട. ചെറിയൊരു സ്റ്റേഷനറി കടയാണ്. ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ അവിടെ ഒരാൾ വന്നിരുന്നു. അപ്പം അമ്മ ആൾക്ക് സാധനങ്ങൾ തിരിച്ചു വന്നു കേട്ടോ, അമ്മേനെ കടയിലാക്കിയിട്ട്. എന്നിട്ട് പിന്നെ മോനെ പഠിപ്പിക്കാൻ എടുത്തിരിക്കുകയാണ്. മോൻ സ്കൂളിൽ പോകണ്ടല്ലോ, അവനിപ്പോൾ വയ്യാത്ത കാരണം പറഞ്ഞേക്കാത്തതാണ്. അപ്പോൾ അതാ മോളിതാ അവിടെയൊക്കെ നടന്ന് കളിക്കുന്നുണ്ട്. ഡോക്ടറെ അടുത്ത് പോയി വന്നിട്ട് കുഴപ്പമൊന്നുമില്ല ആൾ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എനിക്ക് പുറത്തൊന്ന് പോകാണ്ടായിരുന്നു. ബാങ്കിൽ പോകാണ്ട്, പിന്നെ അതുപോലെ 1-2 കടയിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് വീഡിയോ എടുക്കേണ്ട ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴേക്കും ഓർമ്മ വരുന്നു. അപ്പോൾ അവിടെ നിർത്തിയിട്ട് ഞാൻ അതിങ്ങനെ വീഡിയോ എടുക്കുകയാണ്. പിന്നെ പോയി വരുമ്പോൾ ഞാൻ കുട്ടികൾക്ക് അയനാസും ലഡുവൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഉണ്ടാക്കുന്ന സ്ഥലത്തു നിന്ന് ഉണ്ടാക്കുന്ന ഒരു കടയിൽ നിന്നാണ് വാങ്ങിയത്. സാധാരണ കിട്ടുന്ന അയനാസ് പോലെ അല്ല കേട്ടോ അത്. വ്യത്യാസമുണ്ട്. അതിൻ്റെ ഷേപ്പിലും വ്യത്യാസമുണ്ട്, ടേസ്റ്റും വ്യത്യാസമുണ്ട്. കുറച്ചും കൂടി മധുരമൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു തരം യെല്ലോ കളറിലല്ലേ ആ അയനാസ് ഉണ്ടാവുക, അതുപോലെ അല്ല കേട്ടോ. അതിന് ചെറിയ വ്യത്യാസമുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞു തരാമെന്നൊന്നും എനിക്കറിയില്ല. കഴിച്ചപ്പോഴും ടേസ്റ്റ് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതൊന്നും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും അതൊക്കെ എടുത്ത് കഴിക്കണം. ഞാൻ വരുമ്പോൾ ഉണ്ണി നല്ല ഉറക്കമായിരുന്നു. ഞാൻ ചേച്ചിയുടെ അടുത്ത് ഉണ്ണീനെ ആക്കിയിട്ടാണ്, ഉണ്ണീനെ ആരെയും ഞാൻ ചേച്ചിയുടെ അടുത്താക്കിയിട്ടാണ് പോയിരുന്നത്. പോയി വന്നപ്പോൾ നല്ല ഉറക്കമായിരുന്നു. ഞങ്ങൾ ആ സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉണ്ണി എണീറ്റത്. അപ്പോൾ എണീറ്റപ്പോൾ ചെറുതായിട്ടൊരു ചൂടും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വാശിയും കരച്ചിലൊക്കെയാണ്. അപ്പോൾ കരച്ചിൽ മാറ്റാൻ വേണ്ടി ദച്ചു യൂണിഫോമിൻ്റെ ബെൽറ്റും ID കാർഡൊക്കെ ഇട്ടിട്ട് കളിപ്പിക്കാൻ നോക്കുക. പക്ഷേ എന്ത് ചെയ്തിട്ടും ഒരു രക്ഷയില്ല, കരച്ചിൽ തന്നെയായിരുന്നു. പിന്നെ കരച്ചിലൊക്കെ മാറ്റി വന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ അവരിവിടെ ഇരുന്നിട്ട് ഗംഭീര കളിയാണ്. എന്താ ബോട്ടിൽ ഫ്ലിപ്പാ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കളിക്കേണ്ടിരുന്നിട്ട്. 3 പേരും നല്ല കളിയാണ്. നാളെ സ്കൂളില്ല, അപ്പോൾ പഠിക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ രാത്രി ഇരുന്നിട്ട് നല്ല കളിയാണ്. ഒരാളത് അവിടെ ഓടിക്കളിക്കുന്നുണ്ട് ബാക്കിൽ.